ഇന്നലെ കുണ്ടന്നൂരിൽ നിന്ന് പിടിയിലായ 2 പേർക്കും ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ മോഷണവുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഈ എന്തൊക്കെ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട് പോലീസ് ഇപ്പോൾ? ഉന്മേഷ്, തെളിവെടുപ്പടക്കം നടത്തി എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതായത് വെറുതെ അങ്ങ് അറസ്റ്റ് ചെയ്തതല്ല, പരമാവധി തെളിവുകൾ CCTV അടക്കം ഈ മൊഴികളടക്കം പരിശോധിച്ചുകൊണ്ടാണ് സന്തോഷിന്റെയും മണികണ്ഠന്റെയും അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ കസ്റ്റഡിയിലേക്ക് പോലീസ് നീങ്ങിയത്. അതിൽ മറ്റ് ബാഹ്യ ഇടപെടലുകളൊന്നുമില്ല. കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കസ്റ്റഡി നടപടിയിലേക്ക് മാറിയത്. ഇനി കൂടുതൽ പേർ ഈ സംഘത്തിലുണ്ടോ എന്നാണ് അറിയാനുള്ളത്. ഇന്ന് പുന്നപ്രയിൽ നിന്നുള്ള ഈ മാല നഷ്ടപ്പെട്ട ഒരു യുവതിയുടെ പ്രതികരണം നമ്മൾ എടുത്തിരുന്നു. അവർ പറയുന്നത് ഇന്നലെ TV-യിൽ സന്തോഷിനെ കണ്ടിരുന്നു. സന്തോഷിന്റെ ശരീരപ്രകൃതിയുള്ള ഒരാൾ തന്നെയാണ് തന്റെ മാല മോഷ്ടിച്ചത്. അന്ന് ആ ഇരുട്ടിന്റെ മറവിൽ തനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് അവർ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് അത്തരം മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സന്തോഷിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ഒപ്പം ഈ ടാറ്റുവും ഏറെ നിർണായകമായി. ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പുന്നപ്രയിലടക്കം ചില പ്രായമായ ആളുകളുടെ CCTV ദൃശ്യങ്ങൾ, മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവരിൽ നിന്ന് അവരിലേക്ക് എത്താനാകുമോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം ഇത് കൂടുതൽ സംഘങ്ങൾ, അതായത് പരസ്പര ബന്ധങ്ങൾ ഇല്ലാത്ത സംഘങ്ങളാണോ എന്നും പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. എറണാകുളത്തേക്ക് എത്തിയ സംഘത്തിനും ഇവരുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. ഇന്ന് 1 മണിയോടുകൂടി മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ DYSP വാർത്താസമ്മേളനം നടത്തും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ശരി, വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. 1 മണിയോടെ വാർത്താസമ്മേളനം ഉണ്ടാകും. അതിൽ കൂടുതൽ കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്യും.